ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയുന്നത് പോർട്സ് എങ്ങനെ നമുക്ക് ക്ലോസ് ചെയ്യാം. അതായത് നമ്മുടെ ഈ ഒരു പോർഷനിലൊക്കെ മെയിൻ ആയിട്ട് കാണുന്നത്, പിന്നെ ഈ ഒരു പോർഷനിലൊക്കെ നമുക്ക് പോർട്സ് ഉണ്ടാവും, ഓപ്പൺ പോർട്സ് ഉണ്ടാവും. ഓക്കെ, നമുക്ക് അതിനെ എങ്ങനെ ക്ലോസ് ചെയ്യാം, എങ്ങനെ ടൈറ്റൻ ചെയ്യാം എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. ആദ്യമേ എന്തുകൊണ്ടാണ് ഈ പോർട്സ് ഉണ്ടാവുന്നത് എന്നുള്ളത് അറിയണ്ടേ. അപ്പൊ പോർട്സ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിലി സ്കിൻ ഉണ്ടെങ്കിൽ ഉണ്ടാവും, അതുപോലെ തന്നെ ഏജിങ് കൊണ്ടിട്ടുണ്ടാവാം, അതുപോലെ തന്നെ അൺഹെൽത്തി സ്കിൻ കെയർ കൊണ്ടുണ്ടാവാം, സ്ട്രെസ് കൊണ്ടുണ്ടാവാം. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ സ്കിന്നൊന്ന് ടൈറ്റൻ ചെയ്യാം. ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് ആ പോർട്സ് ക്ലോസ് ചെയ്യാം. എഗ് വൈറ്റിന്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഗ് വൈറ്റ് നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്കിന്നിനെ ടൈറ്റൻ ചെയ്യും, അതുപോലെ തന്നെ സ്കിന്നിനെ ഫേം ആക്കും, അതുപോലെ നമ്മുടെ പോർസിന്റെ അകത്തുള്ള ഡേർട്ട് ഉണ്ടല്ലോ, അഴുക്കുകളൊക്കെ ക്ലിയർ ചെയ്യും, അങ്ങനെ അതുപോലെ തന്നെ ക്ലോസ് ചെയ്ത് കളയും പോർസിന്. എങ്ങനെയാണ് ഈ പോർസിനെ ക്ലോസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോർസിനെ ഷ്രിങ്ക് ചെയ്തിട്ട് സ്കിന്നിനെ ടൈറ്റ് ചെയ്യും, അങ്ങനെയാണ് ആ പോർസ് ക്ലോസ് ആവുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വൈറ്റിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്, അതായത് റിങ്കിൾസ് ഉണ്ടാവില്ല, നമ്മുടെ സ്കിന്നിൽ ചുളിവുകൾ ഉണ്ടല്ലോ, ആ ചുളിവുകൾ ഉണ്ടാവില്ല. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എഗ് വൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രോട്ടീൻ ആയതുകൊണ്ട് തന്നെ ചുളിവുകളും ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഗ് വൈറ്റിനുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് ലെമൺ ജ്യൂസ് ആണ്. ലെമൺ ജ്യൂസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ ആക്നെ, പിമ്പിൾസ് അതിനൊക്കെതിരെ ഫൈറ്റ് ചെയ്യും. അതായത് ആക്നെ, പിമ്പിൾസ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇത് ഓയിലിനെ റിമൂവ് ചെയ്യും. ഈ പോർസ് ഉണ്ടാവാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഓയിൽ ആയിട്ടുള്ള സ്കിന്നാണ്, ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഓയിലിനെ ഈ ലെമൺ റിമൂവ് ചെയ്യും. അതുപോലെ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്, ഈ ലെമൺ ടാനിങ് കുറയ്ക്കും. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടി ഈ ലെമണിനും ഉണ്ട് കേട്ടോ. ലെമൺ ജ്യൂസിനുണ്ട്. 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ എഗ് വൈറ്റ് മാത്രം നമുക്ക് എടുക്കാം. എഗ് ചെറുതായിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി അതിന് എഗ് വൈറ്റ് എടുക്കാം. എഗ് വൈറ്റ് എടുക്കുക. എഗ് വൈറ്റ് എടുത്തിട്ട് സ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്തതിലേക്ക്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹണി ആഡ് ചെയ്യാം കേട്ടോ. ഹണി കൂടി ആഡ് ചെയ്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഞാനിതിൽ ഹണി എടുത്തിട്ടില്ല. ഇത്രയും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഞാനിവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഇത് ലെമൺ ജ്യൂസും അതുപോലെ തന്നെ എഗ് വൈറ്റും കൂടി പ്രിപ്പയർ ചെയ്ത് വെച്ചതാണ്. ഇത് കാണുന്നുണ്ടോ, ലെമൺ ജ്യൂസും എഗ് വൈറ്റും. അപ്പോൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് പോർട്സ് ഉള്ള സ്ഥലത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഏരിയയിലൊക്കെ നല്ലപോലെ പോർട്സ് ഉണ്ടാവും. നമുക്ക് കൈ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസിൽ നല്ലപോലെ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. എനിക്ക് ബ്രഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൈ വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു വശത്തൊക്കെ നല്ലപോലെ പോർട്സ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇവിടെയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ വലിഞ്ഞ് നല്ല ടൈറ്റ് ആവും. അത് നമുക്ക് അറിയാൻ പറ്റും. അതിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ നല്ലൊരു പാക്ക. പിന്നെ ഇതിൻ്റെ കൂടെ ഹണി കൂടി ഇട്ടേക്ക് സൂപ്പർ റിസൾട്ട് ആയിരിക്കും. ഹണി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിന്ന് വലിഞ്ഞ് മുറുകണം. അത് നമുക്ക് അറിയാൻ പറ്റും. നന്നായിട്ട് ടൈറ്റ് ആണ് നമുക്ക് ഫീൽ ചെയ്യും. അതുവരെ ഒന്ന് വെച്ചോണ്ടിരുന്നിട്ട് വാഷ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പം ഞാൻ വാഷ് ചെയ്തതിന് ശേഷം നോക്കട്ടെ. ആയിട്ടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റായി. അതുപോലെ എന്താ പറയുക, ഒരു ടാനിങ് എഫക്റ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ മാറും. ഡാർക്ക് സ്പോട്ടൊക്കെ മാറും. ലെമൺ കൂടി യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നല്ല സോഫ്റ്റ് സ്കിന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വീക്ക്ലി ട്വൈസ് നിങ്ങൾ അപ്ലൈ ചെയ്യുക. വീക്ക്ലി ട്വൈസ് അപ്ലൈ ചെയ്താൽ മതിയാകും. നല്ല റിസൾട്ടാണ്. ഓക്കെ, എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, ലവ് യു ഓൾ.